ഹലോ, എല്ലാവർക്കും ബയോസ്റ്റിന്റെ HSI നാച്ചുറൽ സയൻസ് ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് റീസെന്റ് ട്രെൻഡ്സ് ഇൻ ടാക്സോണമിയാണ്. വർഗീകരണ ശാസ്ത്രത്തിലെ പുതിയ മേഖലകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പോകാം വീഡിയോയിലേക്ക്. പുതിയ മേഖലകളിലൂടെയാണ് ഇപ്പോൾ ടാക്സോണമി നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതൊക്കെയാണ് ആ മേഖലകൾ? അതിൽ ഒന്നാമതാണ് സൈറ്റോ ടാക്സോണമി. എന്താണ് സൈറ്റോ ടാക്സോണമി? ഒരു സെല്ലിന്റെ ഏതെങ്കിലും ഒരു ക്യാരക്ടറിന്റെ സഹായത്താൽ നടത്തുന്ന ടാക്സോണമി അല്ലെങ്കിൽ വർഗീകരണത്തിനെയാണ് സൈറ്റോ ടാക്സോണമി എന്ന് പറയുന്നത്. സാധാരണയായി കോശത്തിന്റെ സെല്ലിന്റെ ക്രോമസോം നമ്പറിന്റെ സൈസോ ഷെയ്പ്പോ ആകൃതിയോ അത് വെച്ചിട്ടായിരിക്കും കൂടുതലും ഇന്നത്തെ മോഡേൺ ട്രെൻഡ്സിലൂടെ ടാക്സോണമി ചെയ്യുന്നത്. അതാണ് സൈറ്റോ ടാക്സോണമി എന്ന് പറയുന്നത്. ടാക്സോണമികൾ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഒരു നൂതന മാർഗം കൂടിയാണിത്. സപ്പോസ് നമ്മുടെ ചുറ്റുപാടുള്ള ഏതെങ്കിലും ഒരു ചെടിയിൽ ആ ചെടിയെ കണ്ടപ്പോൾ നമുക്കൊരു ഡൗട്ട് വന്നു, ഇത് പുതിയൊരു സ്പീഷീസ് ആണോ അതോ ഉള്ളൊരു സ്പീഷീസിന്റെ തന്നെ എന്തെങ്കിലും വെറൈറ്റി ആണോ, അല്ലെങ്കിൽ അതിന് തന്നെ മറ്റൊരു രൂപമാണോ, ഇനി അതിന്റെ ഇലയ്ക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടായതാണോ എന്ന ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് അറിയാവുന്ന ആ പ്ലാന്റിന്റെ ക്രോമസോം നമ്പർ നോൺ ആയിരിക്കും. നമ്മൾ സംശയിക്കുന്ന ആ പ്ലാന്റിന്റെ ക്രോമസോം നമ്പറും സെയിം ആണെങ്കിൽ രണ്ടും ഒരു സ്പീഷീസ് നമുക്ക് തെളിയിക്കാം. പൊട്ടറ്റോയുടെ ക്രോമസോം നമ്പർ 48ആണ്. അതായത് ഏതൊരു പൊട്ടറ്റോ ചെടിയുടെയും ക്രോമസോം നമ്പർ 48ആണ്. ഒരു സെല്ലിനകത്ത് 48 ക്രോമസോം കാണും. നമ്മൾ മറ്റേതെങ്കിലും രാജ്യത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും ഭൂഖണ്ഡത്തിൽ ചെന്നിട്ട് പൊട്ടറ്റോ ആണെന്ന് സംശയിക്കുന്ന ഒരു പ്ലാന്റിനെ കണ്ടാൽ നമുക്ക് വേണമെങ്കിൽ അതിന്റെ സെല്ലിലെ ക്രോമസോം നമ്പർ നോക്കാം. 48 ക്രോമസോം ഉണ്ടെങ്കിൽ അത് എന്ത് തന്നെയായിരിക്കും? പൊട്ടറ്റോ തന്നെയാണ്. അങ്ങനെ സെല്ലിന്റെ കോശത്തിന്റെ ഏതെങ്കിലും ഒരു സവിശേഷത ഉപയോഗിച്ച് ടാക്സോണമി ചെയ്യുന്നതിനെയാണ് സൈറ്റോ ടാക്സോണമി എന്ന് പറയുന്നത്. ടാക്സോണമി പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് സൈറ്റോളജിക്കൽ പ്രതീകങ്ങളെ സൈറ്റോ ടാക്സോണമിൽ ഉപയോഗിക്കുന്നു. അപ്പൊ നേരത്തെ ചെയ്തു വെച്ചിരുന്ന എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാനും ഇത് സഹായിക്കും. അതായത് ക്രോമസോം നമ്പറിന്റെ എണ്ണം നോക്കിയിട്ടോ സൈസ് നോക്കിയിട്ടോ മറ്റേതെങ്കിലും മുന്നത്തെ ക്ലാസിഫിക്കേഷനിൽ എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ ഈ സൈറ്റോ ടാക്സോണമിയുടെ കഴിയുന്നുണ്ട്. അതായത് പല പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. സൈറ്റോളജിക്കൽ ക്യാരക്ടറായ ക്രോമസോം നമ്പർ ഘടനാ സ്വഭാവത്തിന്റെ അടിസ്ഥാനത്തിലാണ് നേരത്തെ ഉണ്ടായിരുന്ന പ്രോബ്ലംസ്, അതിലിപ്പം ഫൈലോജനറ്റിക് പ്രോബ്ലംസ് ഉണ്ടാവും, എവല്യൂഷണറി ക്യാരക്ടറുമായി ബന്ധപ്പെട്ട പല പ്രോബ്ലംസ് ഉണ്ടായത് പരിഹരിക്കാൻ സൈറ്റോ ടാക്സോണമിലൂടെ കഴിയുന്നുണ്ട്. ക്രോമസോമിന്റെ ബാഹ്യഘടന കണ്ടെത്താൻ വേണ്ടി ഒരു ടെക്നിക്, ഒരു സൂചകം ഉപയോഗിക്കുന്നുണ്ട്. അതാണ് സെന്ററോമെറിക്സ് ഇൻഡെക്സ്. സെന്ററോമെറിക്സ് ഇൻഡെക്സ് എന്ന സൂചകം ഉപയോഗിച്ചിട്ടാണ് ക്രോമസോമിന്റെ ബാഹ്യഘടന നിർണ്ണയിക്കുന്നത്. അത് നോട്ട് ചെയ്ത് വെച്ചോളൂ. ഇനി ക്രോമസോമിന്റെ സൈസ് എല്ലാ പ്ലാന്റ്സിലും ഒരുപോലെയാണ്. മോണോകോട്ട് പ്ലാന്റ്സിന് സാധാരണയായി ഡൈക്കോട്ട് പ്ലാന്റ്സിനേക്കാൾ നീളമുള്ള ക്രോമസോമായി. അതായത് ഡൈക്കോട്ട് പ്ലാന്റ്സിന്റെ ക്രോമസോമിന്റെ സൈസ് കുറച്ച് ഷോർട്ടാണ്, എന്നാൽ മോണോകോട്ടിന്റെ ക്രോമസോമിന് കുറച്ച് ലെങ്ത് നീളമുള്ളതായിരിക്കും. അങ്ങനെ ക്രോമസോമിന്റെ ലെങ്ത് നോക്കിയിട്ട് തന്നെ നമുക്ക് ആ സെല്ലിലുള്ള പ്ലാന്റ് ഏതാണെന്ന് കണക്കാക്കാം. ഡൈക്കോട്ടാണോ മോണോകോട്ടാണോ എന്ന് തിരിച്ചറിയാൻ പറ്റും. അങ്ങനെ സൈറ്റോളജിക്കൽ ക്യാരക്ടേഴ്സ് ഉപയോഗിച്ച് പ്രോബ്ലം സോൾവ് ചെയ്യുന്ന ടാക്സോണമിയാണ് സൈറ്റോ ടാക്സോണമി. അടുത്തത് കീമോ ടാക്സോണമി. കെമിക്കൽ കണ്ടന്റിന്റെ ബേസിലുള്ള ടാക്സോണമിയാണ്. അതായത് ടാക്സോണമി പർപ്പസിൽ എന്തെങ്കിലും എററോ തെറ്റോ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ സംശയിക്കുന്ന പ്ലാന്റുകളുടെ കെമിക്കൽ അനാലിസിസ് നടത്തിയിട്ട് ആ കെമിക്കൽ കണ്ടന്റിന്റെ ബേസിൽ നമുക്ക് ടാക്സോണമി ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്യുന്നത് കൊണ്ടാണ് പല പ്ലാന്റുകൾ ചിലപ്പോൾ ജീനസുകളിൽ നിന്ന് മാറി പുതിയ ജീനസിലോട്ടോ അല്ലെങ്കിൽ ഫാമിലിക്കകത്ത് പുതിയ പുതിയ പ്ലാന്റുകൾ ആഡ് ചെയ്യുന്നതൊക്കെ ഈ ഒരു ടാക്സോണമി പർപ്പസിന്റെ ഫലമായിട്ടാണ്. കീമോ ടാക്സോണമിയെ കെമിക്കൽ ടാക്സോണമി എന്നും പറയാറുണ്ട്. കാരണം കെമിക്കൽ കണ്ടന്റിന്റെ ബേസിലുള്ള ക്ലാസിഫിക്കേഷനാണ്. സിസ്റ്റമാറ്റിക്സിലെ പ്രശ്നങ്ങളിൽ രാസ ഡാറ്റയുടെ പ്രയോഗമായി കീമോ ടാക്സോണമി നിർവഹിക്കുക. അതായത് ഇപ്പൊ നമ്മളെ ഏതെങ്കിലും ഒരു ടാക്സോണമി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൽ ഒരുപാട് പ്രോബ്ലംസ്, സംശയങ്ങൾ ഉണ്ടെങ്കിൽ ആ സംശയിക്കുന്ന പ്ലാന്റുകളുടെ കെമിക്കൽ അനാലിസിസ്, രാസ ഡാറ്റ വെച്ചിട്ട് നമുക്ക് ആ പ്രോബ്ലംസിനെ പരിഹരിക്കാൻ കഴിയും. ഈ ഒരു കെമിക്കൽ അനാലിസിസിലൂടെ ടാക്സോണമി പർപ്പസ് ചെയ്യാൻ കഴിയുമെന്ന് പഴയ കാലങ്ങളിലെ സയന്റിസ്റ്റുകൾ തന്നെ തെളിയിച്ചിട്ടുണ്ട്. അതായത് ഡി കാൻഡോളും ഹോഫ്മാനും മോളിഷ് എന്ന സയന്റിസ്റ്റുകളൊക്കെ അവരുടെ ടാക്സോണമി പർപ്പസിലെ പ്ലാന്റ്സിന്റെ, അതായത് ഓർഗാൻസിന്റെ ബോഡിയിലുള്ള പ്ലാന്റ്സിന്റെ ബോഡിയിലുള്ള കെമിക്കൽ കണ്ടന്റ് ബേസിലെ ക്ലാസിഫിക്കേഷൻ നടത്തിയിട്ടുണ്ട്, തെളിഞ്ഞിട്ടുണ്ട്. അംബലിഫെറ, ലേബീരിയ തുടങ്ങിയ കുടുംബങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഒരു പ്രത്യേക അരോമാറ്റിക് സ്മെല്ലുള്ള കുടുംബങ്ങളാണ്. മല്ലിയുടെ കുടുംബത്തിലും തുമ്പ, തുളസിയുടെ കുടുംബത്തിലും ഒരു പ്രത്യേക സ്മെല്ലുണ്ട്. തുമ്പയുടെ കുടുംബത്തിൽ നമുക്കറിയാം തുമ്പയ്ക്കും തുളസിക്കും ഞവരയ്ക്കും ഒക്കെ, അതുപോലെ വഴിയിലൊക്കെ പോച്ചണൊക്കെ പിടിച്ചിരിക്കും ചില
പ്ലാന്റ്സ് ഉണ്ട്, അതിനൊക്കെ നല്ല അരോമാറ്റിക് സ്മെല്ലുണ്ട് അല്ലേ. അതിന് കാരണം അതിനകത്തൊരു വോളറ്റൈൽ ഓയിലിന്റെ പ്രസൻസ്, എണ്ണയുടെ പ്രസൻസ് ആണ്. തണ്ടും ഇലയൊക്കെ ചതച്ച് നമുക്ക് ആ ഒരു മണം വെച്ചിട്ട് നമുക്ക് പ്ലാന്റുകളെ ഗ്രൂപ്പ് ചെയ്യാൻ പറ്റും. അപ്പൊ ടാക്സോണമി പർപ്പസിൽ ഈ കെമിക്കലിന്റെ സാന്നിധ്യം ഒരുപാട് സഹായിക്കുന്നുണ്ട്. ലേബിയേറ്റ് കുടുംബങ്ങളെ കണ്ടുപിടിക്കാൻ ഈ ഒരു സ്മെല്ല് കൊണ്ട് തന്നെ കഴിയും. അതുപോലെ തന്നെ അമ്പലിഫറെ മല്ലു കുടുംബത്തിനും ആ ഒരു സ്മെല്ലിന്റെ നേച്ചർ നമുക്ക് ചെടികളെ, ഗ്രൂപ്പിലുള്ള ചെടികളെ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടെത്താൻ പറ്റും. അപ്പോ കെമിക്കൽ കണ്ടന്റ് ബേസിലുള്ള ക്ലാസിഫിക്കേഷൻ ആണ്, വർഗീകരണമാണ് കീമോ ടാക്സോണമി. ആസ്റ്ററേസി ഓർ കമ്പോസിറ്റി സൂര്യാന്ത കുടുംബത്തിലെ 2 ഗോത്രവർഗ്ഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ഫാമിലിക്കും ജീനസിനും ഇടയ്ക്ക് പുതിയൊരു കാറ്റഗറി ഗോത്രങ്ങളുണ്ട്. അതാണ് ട്യൂബിഫ്ലോറ, ലിഗിലിഫ്ലോറ. ഈ 2 ഗോത്രങ്ങളെയും തിരിച്ചറിയാൻ കഴിയുന്നത് അതിൻ്റെ അകത്തുള്ള ലാക്ടെക്സിന്റെ സാന്നിധ്യമുണ്ട്. ഇത് ലാക്ടെക്സ് എന്ന കെമിക്കലിന്റെ സാന്നിധ്യത്തിലും അതിന്റെ അഭാവത്തിലും, അത് ഉള്ളതാണോ ഇല്ലാത്തതാണോ അതിന്റെ അടിസ്ഥാനത്തിലാണ് ആ ഒരു ഗോത്രം ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഇതുപോലെ പല രാസസംയുക്തങ്ങളുടെ സാന്നിധ്യവും അതിന്റെ വിതരണവും ടാക്സോണമി തെളിവായിട്ട് വർത്തിക്കുന്നത്. ഈ ടാക്സോണമി പർപ്പസിന് വേണ്ടി പല ചെടികളിലും ഏതൊക്കെ കെമിക്കൽ കണ്ടന്റ് ഉണ്ട് ഇല്ല അതിന്റെ ബേസിലാണ് ടാക്സോണമി പർപ്പസ് നടക്കുന്നത്. എന്നാൽ എല്ലാ രാസസംയുക്തങ്ങളും, എല്ലാ കെമിക്കൽസും വിലപ്പെട്ട ടാക്സോണമിക് സൂചന നൽകുന്നില്ല. ഇപ്പൊ ചെടിയിലുള്ള എല്ലാ കെമിക്കൽസും ഇതുപോലുള്ള ടാക്സോണമി പർപ്പസിന് ഉപയോഗിക്കാനും കഴിയില്ല. പ്രത്യേകതരം കെമിക്കൽ, ഇപ്പൊ തുമ്പയിലൊക്കെ പോലുള്ള പ്രത്യേകതരം കെമിക്കൽസ് ആണ് ഈ ടാക്സോണമിക്ക് സഹായിക്കുന്നത്. അല്ലാതെ എല്ലാ കെമിക്കൽസിലും നോർമലി അവരുടെ മെറ്റാബോളിസത്തിന് വേണ്ട കെമിക്കൽസ് ഉണ്ട്. ആ ഒരു കെമിക്കൽസിന്റെ കാര്യമല്ല പറയുന്നത്. റബ്ബർ എന്ന കുടുംബത്തിന്റെ പ്രത്യേകം നമുക്കറിയാം, മിൽക്കി ലാക്ടെക്സ്. അത് ആ റബ്ബർ ഫാമിലി യൂക്കോറിയസിന്റെ ഒരു പ്രത്യേകതയാണ്. അതേപോലുള്ള ചില പ്രത്യേക കെമിക്കൽസിന്റെ സാന്നിധ്യമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ എല്ലാ രാസ പദാർത്ഥങ്ങളും ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നു എന്നല്ല പറഞ്ഞിരിക്കുന്നത്. അതായത് കുറഞ്ഞ തന്മാത്ര ഭാരമുള്ളതും ദ്വിതീയ സ്വഭാവമുള്ളതായ ചില സംയുക്തങ്ങൾക്ക് മാത്രമേ ഈ ടാക്സോണമിയിൽ പ്രാധാന്യമുള്ളൂ. ഇതുപോലെ ചില കെമിക്കൽസിന്റെ ബേസിൽ ഏകദേശം 33 വ്യത്യസ്ത ഗ്രൂപ്പുകളെ ഇതുപോലെ പല സയന്റിസ്റ്റുകളും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. റാഡ്ഫോൾഡ് പോലുള്ള സയന്റിസ്റ്റുകൾ 1974 കെമിക്കൽസിന്റെ സാന്നിധ്യത്തിൽ 33 ഗ്രൂപ്പുകളായിട്ട് കെമിക്കൽസിന്റെ സാന്നിധ്യത്തിൽ പ്ലാന്റുകളെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. സാധാരണ ഈ ഒരു കീമോ ടാക്സോണമിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ചില രാസപദാർത്ഥങ്ങൾ, രാസസംയുക്തങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ജസ്റ്റ് പേര് മാത്രം കേട്ടിരുന്നാൽ മതി. ഞാൻ ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ടെങ്കിലും ഒന്ന് അറിയാൻ വേണ്ടി കൊടുത്തിരിക്കുന്നതാണ്. ഒന്നാമത്താണ് ഫ്ലേവനോയിഡുകൾ. സാധാരണ സെല്ലിന്റെ വാക്യൂളിലെ കോശദ്രവത്തിൽ, അതിനകത്തുള്ള ഫ്ലൂയിഡിൽ കാണപ്പെടുന്ന ഒരു കെമിക്കലാണ് ഫ്ലേവനോയിഡ് എന്ന് പറയും. സാധാരണ ഇത് ആസ്റ്ററേസി കുടുംബം, സൂര്യാന്ത കുടുംബത്തിൽ കാണാറുണ്ട്. അതുപോലെ അമിനോ ആസിഡുകൾ എല്ലാ പ്ലാന്റ്സിന്റെ ബോഡിയിലും അല്ലെങ്കിൽ ഓർഗാൻസിന്റെ ബോഡിയിൽ കാണപ്പെടുന്ന ഒരു മെറ്റാബോളൈറ്റ് ആണ് അമിനോ ആസിഡ് എന്ന് പറയുന്നത്. എന്നാൽ ചില അമിനോ ആസിഡുകളുടെ പ്രസൻസ് ചില ഫാമിലിയിൽ എടുത്ത് കാണിക്കുന്നുണ്ട്. അത് കീമോ ടാക്സോണമിക്ക് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. ലെഗ്യൂമിനേസി പയറുവർഗത്തിൽപ്പെട്ട കുടുംബങ്ങളിലാണ് പ്രത്യേകത. സാധാരണ ഒരു പ്രത്യേകതര അമിനോ ആസിഡിന്റെ പ്രസൻസ് ആ ഫാമിലി കാണപ്പെടുന്നുണ്ട്. അതുപോലെ അക്കേഷ്യയുടെ ജീനസില് ഗമ്മിഫെറ എന്ന വിഭാഗത്തിൽ ഒരു പ്രത്യേകതരം അമിനോ ആസിഡിന്റെ പ്രസൻസ് കാണുന്നുണ്ട്. ഇതൊക്കെ കീമോ ടാക്സോണമിക്ക് ഒരു മാനദണ്ഡമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ മറ്റൊരു കെമിക്കലാണ് ആൽക്കലോയിഡ്സുകൾ. ഏകദേശം സസ്യ കുടുംബത്തിൽ വ്യാപകമായിട്ട് കാണപ്പെടുന്ന ഒരു കെമിക്കലാണ് ഈ ആൽക്കലോയിഡ്സ്. എല്ലാതരം ചെടികളിലും പലതരം ആൽക്കലോയിഡ്സ് കാണപ്പെടുന്നുണ്ട്. ഇന്ന് വരെ ഏകദേശം 5000-ഓളം ആൽക്കലോയിഡുകൾ ആൻജിയോസ്പെമിന്റെ കുടുംബങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ച് ഡൈക്കോട്ടിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ആൻജിയോസ്പെമിലെ പ്രത്യേകിച്ചും ഡൈക്കോട്ട് പ്ലാന്റ്സിലെ ദ്വിബീജപത്ര സസ്യങ്ങളിൽ 5000-ഓളം ഈ പറഞ്ഞ ആൽക്കലോയിഡ്സിന്റെ പ്രസൻസ് കണ്ടെത്തിയിട്ടുണ്ട്. ചില ആൽക്കലോയിഡിന്റെ പ്രസൻസിൽ ഇതുവരെ ക്ലാസിഫിക്കേഷൻ നടത്താറും ഉണ്ട്. അടുത്തൊരു കെമിക്കലാണ് ബീറ്റാലിൻ. ബീറ്റാലിൻ എന്ന് പറയുന്നത് സെൻട്രോസ്പെം എന്നൊരു വിഭാഗത്തിൽപ്പെടുന്ന ചെടികളിൽ 10 കുടുംബങ്ങളിൽ ഏകദേശം ഈ ഒരു കെമിക്കലിന്റെ പ്രസൻസ് കാണപ്പെടുന്നത്. പിഗ്മെന്റ് പോലെയാണ് ഈ കെമിക്കൽ കാണപ്പെടുന്നത്. അതായത് ബീറ്റാ സയാനുകൾ, ബീറ്റാ സാന്ത്വനുകൾ പോലുള്ള 2 ബീറ്റാനുകൾ പിഗ്മെന്റ് ആയിട്ട് അവരുടെ ബോഡിയിൽ 10 കുടുംബങ്ങളിലെ ചെടികളിൽ കാണപ്പെടുന്നുണ്ട്. അപ്പൊ ആ കുടുംബങ്ങളെല്ലാം കൂടെ ചേർത്തുകൊണ്ടാണ് സെൻട്രോസ്പെം എന്നൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ ആ ഗ്രൂപ്പിലുള്ളവർക്കെല്ലാം ഏകദേശം ഒരേ കെമിക്കൽ നേച്ചർ. അടുത്തത് ടെർപ്പനോയിഡുകളും സ്റ്റിറോയിഡുകളും. അതായത് ലെഗ്യൂമിനേസി പയറുവർഗത്തിൽപ്പെട്ട കുടുംബങ്ങളിലും കമ്പോസിറ്റെ അതോ ആസ്റ്ററേസി സൂര്യാന്ത കുടുംബങ്ങളിലും പെട്ട ചെടികളിലെ ടെർപ്പനോയിഡുകളുടെ പ്രധാന ഗ്രൂപ്പായ കരോട്ടിനോയിഡുകൾക്ക് ഒരു പ്രധാന പങ്കുണ്ട്. കരോട്ടിനോയിഡ്സിന്റെ പിഗ്മെന്റ്സ് അടങ്ങിയിരിക്കുന്ന കോമ്പോണൻസ് ആണല്ലോ, അതിൽ ടെർപ്പനോയിഡ്സ് ആണ് അടങ്ങിയിരിക്കുന്നത്. അത് ഈ പറഞ്ഞ ഫാമിലികളിൽ പ്രധാനമായിട്ട് കാണപ്പെടുന്നു. അടുത്തതാണ് ന്യൂമറിക്കൽ ടാക്സോണമി. ഇതിനെ ടാക്സോമെട്രിക്സ് എന്നോ അല്ലെങ്കിൽ ഫെനറ്റിക്സ് എന്നോ അറിയപ്പെടാറുണ്ട്. സംഖ്യാരീതികൾ ഉപയോഗിച്ചാണ് ഈ ഒരു ടാക്സോണമി പർപ്പസ് ചെയ്യുന്നത്. അതായത് ഒരു പ്ലാന്റിന്റെ ക്യാരക്ടേഴ്സ്, സവിശേഷതകളെ ഡേറ്റ രൂപത്തില്, ഡേറ്റ കോഡിങ്ങിലൂടെ നമ്പേഴ്സ് അല്ലെങ്കിൽ സംഖ്യകളായിട്ടോ പ്രത്യേകതരം കോഡുകളായിട്ടോ
ഡേറ്റ രൂപത്തിൽ കമ്പ്യൂട്ടറിന്റെ സഹായത്താൽ ഫീഡ് ചെയ്യുന്ന ഒരു ക്ലാസിഫിക്കേഷൻ ആണ് ന്യൂമറിക്കൽ ടാക്സോണമി. 1950 ശേഷം ഇറങ്ങിയ ഒരു പുതിയ അപ്രോച്ച് ആയിരുന്നു ന്യൂമറിക്കൽ ടാക്സോണമി. നമ്മൾ മനുഷ്യർ ടാക്സോണമി പർപ്പസ് എഴുതി തയ്യാറാക്കുമ്പോൾ ഒരുപാട് ടൈം എടുക്കും. ക്ലാസിഫിക്കേഷൻ ഉണ്ട്, എററുകൾ സംഭവിക്കാൻ വളരെ ചാൻസ് കൂടുതലാണ്. എന്നാൽ ആ ചെയ്യുന്ന പർപ്പസിന് പകരം ക്യാരക്ടേഴ്സിന്, സവിശേഷതകളെ ഓരോ വിഭാഗങ്ങൾക്ക് പ്രത്യേക നമ്പറോ കോഡുകളോ ഉപയോഗിച്ച് പ്രത്യേക കോഡുകളാക്കി അല്ലെങ്കിൽ ഡേറ്റ പ്രോസസ്സിലൂടെ കമ്പ്യൂട്ടറിന്റെ സഹായത്തിലാണ് നമ്മൾ സിസ്റ്റമാറ്റിക് ചെയ്യുന്നെങ്കിൽ നമുക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പല എററുകളും പരിഹരിക്കാനും വളരെ ഈസി ആയിട്ട് ടാക്സോണമി പർപ്പസ് ചെയ്യാനും കഴിയും. അതാണ് ന്യൂമറിക്കൽ ടാക്സോണമിയുടെ ഒരു ഗുണം. ഒരുപാട് പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ പറ്റും. ഇവിടെ വിവിധ തരത്തിലുള്ള ഡേറ്റകൾ ശേഖരിച്ചിട്ടാണ് പ്രത്യേക തരത്തിൽ വിശകലനം, അനാലിസിസ് നടത്തിയിട്ടാണ് സസ്യങ്ങളുടെ സ്വഭാവ സവിശേഷത നിർണ്ണയിക്കുകയും ടാക്സോണമി പർപ്പസിലൂടെ പോവുകയും ചെയ്യുന്നു. സ്മിത്തും സോക്കൽ ഈ രണ്ട് സയന്റിസ്റ്റുകളുടെ അഭിപ്രായത്തിൽ ന്യൂമറിക്കൽ ടാക്സോണമിയുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് വളരെ വസ്തുനിഷ്ഠമായ, വ്യക്തമായ, ആവർത്തിക്കാവുന്ന രീതിയിലുള്ള ഒരു ടാക്സോണമി പർപ്പസ് ആയിരിക്കും. അതായത് ചെയ്യുന്ന വർക്ക് വസ്തുനിഷ്ഠം, കറക്റ്റ് ആയിരിക്കും, എററുകൾ ഇല്ലാതെ, തെറ്റില്ലാതെ വളരെ വ്യക്തമായിട്ട് ടാക്സോണമി പർപ്പസ് ചെയ്യാൻ കഴിയുന്നത് ഈ ഒരു വർഗീകരണ മേഖലയിലൂടെ ആയിരിക്കും. കാരണം ഇവിടെ പരസ്പര ബന്ധത്തിന്, സമാന സ്വഭാവതയുടെയും അതുപോലെ കോഡിങ്ങിലൂടെ ചെയ്യുമ്പോൾ ഒരുപാട് എററുകളെ പരിഹരിക്കാൻ പറ്റും. സംഖ്യാ ടാക്സോണമി സാധാരണ സൂക്ഷ്മജീവികളുടെ പഠനത്തിന് വേണ്ടിയിട്ടായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നെങ്കിൽ 1949 ആയപ്പോൾ എഡ്ജർ ആൻഡേഴ്സൺ സയന്റിസ്റ്റ് ആണ് ഇത് പൂച്ചെടികളിൽ, ആൻജിയോസ്പം, സപുഷ്പികളിലേക്കും കൂടെ ആ ഒരു പ്രോസസ്സ് കൊണ്ടുവന്നത്. അതായത് നമ്മുടെ പൂക്കളുണ്ടാവുന്ന ചെടികളെയും സംഖ്യാ ടാക്സോണമിയിലൂടെ ടാക്സോണമി ചെയ്യാമെന്ന് തെളിയിച്ചത് എഡ്ജർ ആൻഡേഴ്സൺ ആണ്. ഈ ഒരു പ്രോസസ് സംഖ്യാ ടാക്സോണമി, ന്യൂമറിക്കൽ ടാക്സോണമി ചെയ്യുന്നത് അനുമാനിക്കുന്ന ഫൈലോജിനെ വെച്ചിട്ടല്ല, അല്ലെങ്കിൽ അതിനെ അടിസ്ഥാനമാക്കിയിട്ടല്ല. നമ്മൾ അനുമാനിക്കുന്ന ഫൈലോജിനി ഏത്, അതിനെ അടിസ്ഥാനമാക്കിയിട്ടല്ല ഈ ഒരു പ്രോസസ് ചെയ്യുന്നത്, മറിച്ച് ഫീനോടൈപ്പിക് തെളിവുകളെ അടിസ്ഥാനമാക്കിയാണ്. ഒരു പ്ലാന്റിന്റെ ഫീനോടൈപ്പിക് ക്യാരക്ടർ, മീൻസ് കാണുന്ന ബാഹ്യ രൂപങ്ങളുടെ ക്യാരക്ടേഴ്സിനെ അനുമാനിച്ചുകൊണ്ടാണ് ഈ ഒരു ടാക്സോണമി പർപ്പസ് ചെയ്യുന്നത്. അടുത്തതാണ് മോളിക്കുലർ ടാക്സോണമി. കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആണ്. വലിയ വലിയ പ്രോബ്ലംസ് വന്നാൽ പരിഹരിക്കാൻ വേണ്ടി ഇപ്പോൾ തന്മാത്ര ലെവലിലുള്ള ടാക്സോണമി ചെയ്യുന്നുണ്ട്. അതായത് സെല്ലിനകത്തുള്ള RNA-യുടെയും DNA-യുടെയും കണ്ടന്റ് വെച്ചിട്ടുള്ള ടാക്സോണമിയാണ് മോളിക്കുലർ ടാക്സോണമി. ഇത് ചെയ്യണമെങ്കിൽ അത്രയും സാങ്കേതിക മികവുള്ള ഉപകരണങ്ങൾ വേണം. ഹൈലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു വർഗീകരണം ചെയ്യാൻ കഴിയൂ. അപ്പൊ ഇന്നത്തെ ടോപ്പിക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് റീസെന്റ് ട്രെൻഡ്സ് ഇൻ ടാക്സോണമി ആയിരുന്നു. ന്യൂമറിക്കൽ ടാക്സോണമി, സൈറ്റോ ടാക്സോണമി, കീമോ ടാക്സോണമി, മോളിക്കുലർ ടാക്സോണമിയാണ് ഡിസ്കസ് ചെയ്തത്. കീമോ ടാക്സോണമിയുടെ പേരുകൾ, ആ കെമിക്കൽസിന്റെ പേരുകൾ നോട്ട് ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും. ഇന്നത്തെ ക്ലാസ് മനസ്സിലായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും ശുഭദിനം.